അപ്പം ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് ആണ്. BSOC 109 കോഡ് നമ്പർ. അപ്പൊ നമ്മൾ ഇതുവരെ കഴിഞ്ഞത് 7ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് കാസ്റ്റ് കിൻഷിപ്പ് റിലേഷൻ കാസ്റ്റ് സ്റ്റഡീസ് അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ കാസ്റ്റും അതുപോലെ തന്നെ ക്ലാസ്സും ഒക്കെ നമ്മുടെ ഫാമിലീസിൽ അതുപോലെ തന്നെ ബന്ധുത്വത്തിലൊക്കെ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ചാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. There is a tribe of Rajasthan called the Girisis, which is generally held to be a tribe by others by the share many social, economic, and religious institutions with the other caste communities in the region, as also with the tribal beliefs. അപ്പൊ നമുക്കറിയാം കുറെ ട്രൈബ്സുകൾ അല്ലെങ്കിൽ ചില ഗോത്രവർഗങ്ങളൊക്കെ അവരുടെ സെയിം ഫാമിലിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സെയിം കാസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ സെയിം ക്ലാൻ എന്ന് പറയുന്നത് കുലം, അപ്പൊ സെയിം കുലത്തിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് വിവാഹം കഴിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ ബന്ധുത്വത്തെ കുറിച്ചും അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസിനെ കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിലൊന്നാണ് രാജസ്ഥാനിലെ ഗിരാസിയാസ് എന്ന് പറയുന്ന ഒരു ട്രൈബിന്റെ ജീവിത രീതിയും അവരുടെ മാരിറ്റൽ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. The Girasis always follow the patrilineal kinship that territory plays the important role in their sense of caste identity, unlike other communities for whom caste is a more described agnostic and affinal group. നമ്മൾ പേജ് നമ്പർ 86ലാണ് ഇപ്പം ക്ലാസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 86 നമ്മുടെ ഗൈഡിലെ. അപ്പൊ അതിന്റെ അകത്ത് കാസ്റ്റ് കിൻഷിപ്പ് റിലേഷൻ കാസ്റ്റ് സ്റ്റഡീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിന്റെ അകത്ത് രാജസ്ഥാനിലെ ഗിരാസീസ് എന്ന് പറയുന്ന ഒരു ട്രൈബ്സിന്റെ രീതികളും അതുപോലെ തന്നെ അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത്തരം ആളുകൾ, ഈ ട്രൈബിൽപ്പെട്ട ആളുകൾ അവരുടെ പിതൃരേഖ്യത്തിൽ അല്ലെങ്കിൽ പിതൃവംശത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിലനിൽക്കുന്ന സമ്പ്രദായമാണ് പിതാക്കന്മാരുടെ കുടുംബപ്പേരും അതുപോലെ തന്നെ പിതൃവംശത്തിൽ വംശീജരായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. കാരണം നമ്മുടെ അച്ഛനും അമ്മയും വിവാഹം കഴിച്ച് നമ്മൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുടുംബ പേര് അല്ലെങ്കിൽ നമ്മളുടെ ഇന്ന കുടുംബത്തിലെ ആണെന്ന് പറയുന്നത് അച്ഛന്റെ കുടുംബത്തിന്റെ ആളുകളായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇന്ന് കൂടുതലും പല സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നത്. പക്ഷെ പണ്ടത്തെ നായർ തറവാടുകളിലാണ് ഇങ്ങനെ ഒരു മാട്രിലീനിയൽ, അതായത് മാതൃരേഖ അല്ലെങ്കിൽ മാതൃവംശത്തിൽ അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ കേരളത്തിലെ നായർ തറവാടുകളിലുള്ള ആളുകളാണ് മാതൃവംശത്തിലുള്ള രീതികൾ പിന്തുടരുന്നവര്. അപ്പം അതുപോലെ തന്നെ the kin division of Girasia presents members with equal opportunities to be unequal. The lineage kinship is important as it provides the paradigm for taking about all relationships, whereas or not based on actual biological ties, and gender is equal important as it acts as an idiom for the construction of differences. In all, the Girazias are the tribal group and is a result of the politics of caste and gender at the local, regional, and national levels. There are 3 sub-castes of Sarjupari Brahmins, which is divided into 3 houses, which are arranged hierarchically in status. അപ്പൊ നമുക്ക് അറിയാം പല ജാതികളിലും അതുപോലെ തന്നെ പല മതങ്ങളിലും ഒക്കെ ജാതി ശ്രേണി അല്ലെങ്കിൽ ഹൈറാർക്കി ഉണ്ടാവും, അധികാര ശ്രേണി ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഹിന്ദുസിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുസിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ജാതി ശ്രേണിയാണ് ആദ്യം മുകൾ തട്ടില് ബ്രാഹ്മണന്മാരും അതിനുശേഷം ക്ഷത്രിയസും അതിനുശേഷം വൈശ്യരും അതിനുശേഷം ശൂദ്രരും വരുന്ന ഒരു ജാതി ശ്രേണി നമ്മുടെ കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിലനിന്നിരുന്നു. അപ്പം അതുപോലെ തന്നെ ശൂദ്രരെ തൊട്ടുകൂടാത്തരായിട്ട് കണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റിയിൽ നിന്നും വളരെയധികം ഡിഫറെന്റ് ആണ് ഇന്നത്തെ കാണുന്ന സൊസൈറ്റി. കാരണം നമുക്കറിയാം തൊട്ടുകൂടായ്മയും അതുപോലെ തന്നെ തീണ്ടലും ഒക്കെ നിയമം വഴി നിരോധിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ രാജ്യത്ത്. അതായത് ഭരണഘടനാ ഭേദഗതിയിലൂടെ തൊട്ടുകൂടായ്മയും അതുപോലെ തന്നെ തീണ്ടലും ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. എല്ലാവരെയും സമന്മാരായിട്ട് കാണുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടന പ്രദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ the marriage are organized from lower to higher house, which means that women are always given to the family which is placed in the house above her house. Thus, it can be said that the marriage rules among Brahmins and other higher castes in North India maintain a hierarchical relationship between the bride givers and bride takers.
ബ്രൈഡ് ഗീവേഴ്സ് എന്ന് പറയുന്നത് വധുവിനെ കൊടുക്കുന്ന ആളുകള്, ബ്രൈഡ് ടേക്കേഴ്സ് എന്ന് പറയുന്നത് വധുവിനെ വാങ്ങിക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. വിവാഹം കഴിക്കുന്ന അതായത് ഒരു വധു തന്റെ കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോകുമ്പോൾ ആ കുടുംബം ബ്രൈഡിനെ കൊടുക്കുന്നവരാണ്. അപ്പൊ ആ വധുവിനെ സ്വീകരിക്കുന്നവര് ബ്രൈഡ് ടേക്കേഴ്സ് ആണ്. അപ്പം ആദ്യം മുതലേ ഇപ്പം ഇവരുടെ രാജസ്ഥാനിലുള്ള ഗ്രാസീസ് എന്ന് പറയുന്ന ട്രൈബ്സിന്റെ ഇടയിലുള്ള രീതി എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിലുള്ള പെൺകുട്ടികളെ അവരെക്കാൾ ഉയർന്ന ജാതി അല്ലെങ്കിൽ അവരെക്കാൾ ഉയർന്ന സ്റ്റാറ്റസിലുള്ള വീട്ടിലേക്കാണ് വിവാഹം കഴിപ്പിച്ച് അയക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സമൂഹത്തിലാണെങ്കിലും പലയിടത്തും പെൺകുട്ടികളുള്ള പല കുടുംബങ്ങളിലും അവരെ ആ കുടുംബത്തിനേക്കാളും കൂടുതൽ ഉയർന്ന ധനസ്ഥിതിയുള്ള അല്ലെങ്കിൽ നല്ല മെച്ചപ്പെട്ട രീതിയിലുള്ള കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ച് അയക്കാനാണ് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിലും ആളുകൾ ചിന്തിക്കുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ക്ലാസ് ആൻഡ് കിൻഷിപ്പ്. അപ്പൊ കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ജാതിയാണ്. പക്ഷെ ക്ലാസ് എന്ന് പറയുന്നത് വർഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ജന്മന നമ്മളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പക്ഷെ ക്ലാസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മളെ തിരഞ്ഞെടുപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വ്യവസായവൽക്കരണമൊക്കെ വന്നതിന് ശേഷമാണ് ഈ ക്ലാസ് രൂപീകരണമൊക്കെ കൂടുതൽ ശക്തമായിട്ടുള്ളത്. അതായത് ധനസ്ഥിതിയിലും സോഷ്യൽ സ്റ്റാറ്റസിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളുകളെയാണ് നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ നിലനിൽക്കുന്നവരായിട്ട് കണക്കാക്കപ്പെടുന്നത്. The status group is a society can be called as class, which also refer to the economic prosperity. That class can therefore be called as the economic position of a person in a society. According to Marx, class can be defined in terms of social group having control over the means of production. അതൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കുക. ക്ലാസ് എന്ന് പറയുന്നത് മാർക്സിന്റെ അഭിപ്രായത്തിൽ ക്ലാസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ക്ലാസ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഹാവിംഗ് കൺട്രോൾ ഓവർ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. He also added the society consists of two classes, capitalist and bourgeoisie class. Example, the class who want means of production and the proletariat class. Example, those who don't want means of പ്രൊഡക്ഷൻ ഓർ ദ ലേബർ ക്ലാസ്. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റുകളാണ്. ക്യാപിറ്റലിസ്റ്റ് അതുപോലെ തന്നെ ബുർഷ്വാസികൾ എന്നൊക്കെ നമ്മൾ പറയല്ലേ, അതാണ് മറ്റൊരു വിഭാഗം. അപ്പൊ ഇങ്ങനെയുള്ള ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബുർഷ്വാസികളാണ് നമ്മുടെ ക്ലാസ് സിസ്റ്റത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവര്. അതായത് ഒരുപാട് സ്വത്തും അതുപോലെ തന്നെ പണവും ഒക്കെ ഉള്ളവരും ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ക്ലാസ് സിസ്റ്റത്തിൽ ഏറ്റവും മുകൾ തട്ടിൽ നിലനിൽക്കുന്നവര്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാസ്റ്റിനേക്കാളും കൂടുതൽ ക്ലാസ്സിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. കാരണം സാമ്പത്തികതയും അതുപോലെ തന്നെ സാമൂഹിക സ്ഥാനവും ഒക്കെ ഉള്ള ആളുകൾക്കാണ് കൂടുതൽ ബഹുമാനം കൊടുക്കുന്നത്. പണ്ടത്തെ കാലത്ത് ജാതി വ്യവസ്ഥയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി കിൻഷിപ്പ് അക്രോസ് ക്ലാസ്. അപ്പം ക്ലാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധുത്വത്തെ എങ്ങനെയൊക്കെ നിർവചിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പാരഗ്രാഫിലുള്ളത്. ക്ലാസ് എന്ന് പറയുന്ന വർഗമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ഈ വർഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും ഒരേ ബന്ധുത്വത്തിൽ ഉൾപ്പെടുന്നത്. കാരണം ഒരേ വർഗത്തിൽപ്പെട്ട ആളുകൾ സാമൂഹികമായിട്ട് ഉന്നത സ്ഥാനത്തിലുള്ളവര് അതേ സെയിം ആളുകളിൽ നിന്നായിരിക്കും വിവാഹ ബന്ധങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി കൂടുതലുള്ള ആളുകൾക്ക് പാരമ്പര്യമായിട്ട് ഒരു ഉയർന്ന സ്റ്റാറ്റസും അതുപോലെ തന്നെ ഉയർന്ന ബഹുമാനമുള്ളൊരു ജീവിത മേഖലയും ഒക്കെ അവർക്കുണ്ടായിരിക്കും. അപ്പൊ ഈ കിൻഷിപ്പ് എന്ന് പറയുന്നത് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നും കൂടിയാണ്. Schneider opinioned that all classes has the same kinship system. He studied about the middle class and believed that it is same in the lower class. Carol Stack also proclaimed in his study of Black American that has kinship system of the lower class differs from the middle and the upper class. The relatives act the support system in the lower class and the biological relatives who choose not to be involved in the network in the asking. The class factor is the main criteria that determine kinship relations. The class factor is the main criteria that determine kinship relations. അപ്പൊ അതുപോലെ തന്നെ ബന്ധുത്വ രീതികളെയൊക്കെ ക്ലാസ് സ്ട്രക്ചറും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഒരേ വർഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള പരസ്പര സഹായം ഒക്കെ കൂടുതലായിരിക്കും. പക്ഷേ തങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് താഴ്ന്നു നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധുത്വത്തെ അവര് നിരാകരിക്കുകയും ചെയ്യുന്നു. കാരണം ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിക്ക്
താഴ്ന്ന വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു യുവാവുമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ബന്ധത്തിന് പെൺകുട്ടിയുടെ വീട്ടുകാരെ സമ്മതിക്കണമെന്നില്ല. കാരണം അവർ ബന്ധുത്വത്തിൽ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബന്ധുത്വം സ്ഥാപിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് സെയിം ക്ലാസ്സിലുള്ള ആളുകളുമായിട്ടായിരിക്കും ബന്ധുത്വത്തിന് അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ ക്ലാസ് കിൻഷിപ്പ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരൻ സിൽവർബാർട്ട് was the feminist scholar who studied that class kinship interaction and revealed the process of class formation in the context of the consolidation in Inca state and the construction of gender hierarchy. According to the study done by her, the development of the new nation states led to the rewriting of gender relations. Apart from all these studies, she also analyzed the relationship between the state and gender from the 4 dimensions, which are first one the control of resources, second one the control of sexuality, third one the manipulation of combating hierarchies, and fourth one the symbolic representation of gender and power. From class kinship intersection കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തിയത് ആരൻ സിൽവർബ്ലാറ്റ് ആണ്. അവരുടെ കണ്ടെത്തലുകളാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ജെൻഡറും അതുപോലെ തന്നെ ക്ലാസ് കിൻഷിപ്പ് ഇന്റർസെക്ഷന് അവര് 4 ഡയമെൻഷൻസ് 4 മാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിനും ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കുക. കൺട്രോൾ ഓഫ് റിസോഴ്സസ്, അതായത് നമ്മുടെ റിസോഴ്സസിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ സെക്ഷുവാലിറ്റിയുടെ നിയന്ത്രണം, അതുപോലെ തന്നെ ഹയറാർക്കി, മാനിപ്പുലേഷൻ ഓഫ് കമ്പറ്റീറ്റിംഗ് ഹയറാർക്കീസ്, അതുപോലെ തന്നെ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ജെൻഡർ ആൻഡ് പവർ. ക്ലാസ് ജെൻഡർ ആൻഡ് കിൻഷിപ്പ്. ഇപ്പൊ നമ്മൾ ക്ലാസിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് ക്ലാസ് ജെൻഡർ ആൻഡ് കിൻഷിപ്പ്. ക്ലാസ് എന്ന് പറയുന്നത് ജെൻഡറുമായിട്ടും അതുപോലെ തന്നെ കിൻഷിപ്പ് എന്ന് പറഞ്ഞ ബന്ധുത്വം, അതുപോലെ ജെൻഡർ എന്ന് പറയുന്നത് ലിംഗഭേദം, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ആൺകുട്ടി പെൺകുട്ടി അങ്ങനെയുള്ള മാനങ്ങളാണ് അല്ലെങ്കിൽ ലിംഗങ്ങളാണ് ജെൻഡർ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു നോക്കാം. The study done by Frederick Engels, namely origin and family private property, the state helps in acknowledging how kin-based the class-based social relations of protection influence gender roles and status. The materialist theory of gender inequality was provided by him, who viewed the position of women as varying in space and time in accordance with the existing economic and political conditions of the society. He added the position of women had not always been in subordinated as it exists and at present. He pointed towards the growth of capitalism everywhere and the ways in which it has affected the position of women in relative to man. അപ്പൊ അതുപോലെ തന്നെ ജെൻഡറും കിൻഷിപ്പും തമ്മിൽ വളരെയധികം ക്ലാസ് തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ക്ലാസും അതുപോലെ തന്നെ ക്ലാസ് എന്ന് പറയുന്നത് കിൻഷിപ്പിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ജെൻഡറും ഉൾക്കൊള്ളുന്നത്. നമുക്കറിയാം, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് അവരുടെ കുടുംബങ്ങളിൽ നിൽക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. പക്ഷെ അവർ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരറിയപ്പെടുന്നത് ഭർത്താവിന്റെ പേരിലും അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബ പേരിലൊക്കെയാണ്. അപ്പൊ ആ കുടുംബത്തിലെ അംഗമായിട്ടാണ് അവർ വളരുന്നത്, അവര് ജീവിക്കുന്നതും അവസാനം മരണമടയുന്നതും ഒക്കെ ആ കല്യാണം കഴിച്ച് ചെന്നിട്ടുള്ള ആ വീട്ടിലെ അംഗമായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുറച്ച് ഡിസ്ക്രിമിനേഷൻസും കാര്യങ്ങളും ഒക്കെ ഈ ബന്ധുത്വ രീതിയിലും ഉണ്ട്. അതുപോലെ തന്നെ ഒരു അച്ഛന്റെയും അമ്മയുടെയും നമുക്ക് കുട്ടികൾക്ക് അച്ഛന്റെ കുടുംബത്തോടായിരിക്കും അവർക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. കാരണം പാട്രിലീനിയൽ സൊസൈറ്റിയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. അതായത് അച്ഛന്റെ പിൻതലമുറക്കാരായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അച്ഛന്റെ സ്വത്തിനും അച്ഛന്റെ ബന്ധുത്വത്തിലും ഒക്കെയാണ് നമുക്ക് കൂടുതൽ അവകാശങ്ങളുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ ക്ലാസ് ഡിസ്ക്രിമിനേഷനും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് കിൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ജെൻഡർ എന്ന് പറയുന്നത് ലിംഗം, നമ്മൾ പറഞ്ഞു, സ്ത്രീകൾക്ക് അവരുടെ ജനിക്കുന്ന അവരുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാരാണ് പിന്നീട് അവരുടെ സ്വന്തം കുടുംബമായിട്ട് അവൾ കാണേണ്ടത്. അതുപോലെ തന്നെ അവളുടെ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ഒരു അകൽച്ചയും അവർക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ ജെൻഡർ ആൻഡ് കിൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ആൺകുട്ടികൾക്കാണെങ്കിൽ അവരുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്വന്തം വീട്ടിൽ നിൽക്കാനും അവരുടെ ബന്ധുക്കളായിട്ട്, അപ്പം ഭർത്താവിന്റെ വീടിന്റെ അടുത്തൊക്കെ ആയിരിക്കും അവരുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കൂടുതൽ അവരുടെ വീടിനടുത്തായിരിക്കും. അപ്പൊ അവരുമായിട്ട് കൂടുതൽ ബന്ധത്തിൽ ഏർപ്പെടാനും അവരുമായിട്ട് കൂടുതൽ സഹോദര്യവും അതുപോലെ തന്നെ റിലേഷൻസ് ഒക്കെ കാത്തു സൂക്ഷിക്കാനും ഒക്കെ ഭർത്താവിന് കഴിയും. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് അവരുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം ക്രമേണ അറ്ററ്റ് പോയി അവസാനം
തീർത്തും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഫെമിനിസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി നെഗ്ലക്ട് ഓഫ് ജെൻഡർ ഇൻ കിൻഷിപ്പ് സ്റ്റഡീസ് എന്ന് പറയുന്നത്, ഇനിഷ്യലി ദ വുമൺ വെയർ നെഗ്ലക്റ്റഡ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് കിൻഷിപ്പ് ടെർമിനോളജി. The behavior as it was believed that the study of man meant the study of women as well. The reason was this could be that the researchers spoke only with the man as their research, and women were supposed to respond only on matters related to family and marriages. അതുപോലെ തന്നെ ഫെമിനിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫെമിനിസ്റ്റുകളാണ് ഇപ്പം പണ്ടത്തെ രീതിയിൽ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് ജന്മം കൊണ്ടാൽ മാത്രമേ മാതൃത്വത്തിന് അർഹതയുള്ളൂ എന്നുള്ള ചില ആചാരങ്ങൾ അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ ചില ആളുകൾ അങ്ങനെയുള്ള വിശ്വാസങ്ങളുമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് പ്രസവവേദന എടുത്ത് പ്രസവിച്ചാൽ മാത്രമേ ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹം തോന്നുകയുള്ളൂ, അതുപോലെ തന്നെ സ്വന്തം ഉദരത്തിൽ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ മാത്രമേ മാതൃത്വം പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ പൊളിച്ചെഴുതിയവരാണ് ഈ ഫെമിനിസ്റ്റുകൾ. ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല, അത് ഓർക്കുക, മാർക്സ് പോലെയുള്ള ആളുകളൊക്കെ പല സോഷ്യോളജിസ്റ്റുകളും ഫെമിനിസ്റ്റുകളാണ്. അതുപോലെ തന്നെ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉയർന്ന സ്ഥാനം സ്ത്രീകൾക്ക് ലഭിക്കണമെന്ന് വാദിക്കുന്നവരല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പൊ സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള നമ്മൾ ഫെമിനിസം എന്നതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ പഠിച്ചു വെക്കണം. കാരണം ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ഈക്വാളിറ്റി ഉണ്ടാവണമെന്ന് വാദിക്കുന്നവരാണ് ഫെമിനിസ്റ്റുകൾ. അല്ലാതെ പുരുഷനേക്കാളും ഉയർന്ന സ്ഥാനത്താണ് സ്ത്രീ, അല്ലെങ്കിൽ സ്ത്രീയാണ് മഹനീയമായ സ്ഥാനം അലങ്കരിക്കുന്നത് എന്നുള്ള വാചകങ്ങളോ തർക്കങ്ങളോ ഉള്ള ആളുകളല്ല ഫെമിനിസ്റ്റുകൾ. ഇനി അതുപോലെയുള്ള അതായത് ഫെമിനിസ്റ്റുകൾ നമ്മുടെ കിൻഷിപ്പിനും അതുപോലെ തന്നെ കാസ്റ്റ് ജെൻഡർ തിയറീസിനും ഒക്കെ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. The focus of the researchers in 1990s was the study based on gender, personhood, homosexual family, new reproductive technologies and other related issues. The kinship was understood by the works of Ryder, Towards of Anthropology of Women, the Rodaldo and Lamswear, Women Culture and Society, that proclaimed that it is not only blood ties and marriage links are determines relations among members of society but also relations of power. അപ്പം ഫെമിനിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ബന്ധുത്വം അതുപോലെ തന്നെ ഫാമിലി എന്നൊക്കെ പറയുന്നത് രക്തബന്ധത്തിലൂടെ മാത്രം ഉണ്ടാവുന്നതല്ല എന്നാണ് ഫെമിനിസ്റ്റുകൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. അത് നമുക്ക് പല രീതിയിൽ, ഇപ്പം ഹോമോസെക്ഷാലിറ്റീസ് ഉള്ള ആളുകളുണ്ട്, ഇപ്പം ലെസ്ബിയൻസ്, ഗെയ്സ്, അങ്ങനെയുള്ള ആളുകളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ലെസ്ബിയൻസ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയോ മറ്റൊരു സ്ത്രീയോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുക, അവരൊന്നിച്ച് ജീവിക്കുക, അങ്ങനെയുള്ള ആളുകളുടെ പറയുന്നതാണ് ലെസ്ബിയൻസ് എന്ന് പറയുന്നത്. ഗെയ്സ് എന്ന് പറയുന്നത് ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുകയും അവരൊന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഗെയ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്നതാണ് ഗെയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോമോസെക്ഷാലിറ്റി ഉള്ള ആളുകൾക്ക് ആളുകളുടെ ഫാമിലിയും ഒരു ഫാമിലി ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു കിങ്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധുത്വമായിട്ട് തന്നെ കാണണമെന്ന് വാദിച്ചവരാണ് ഫെമിനിസ്റ്റുകൾ. അതുപോലെ തന്നെ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജന്മം കൊണ്ടാൽ മാത്രമേ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള ബന്ധം ദൃഢമാവുകയുള്ളൂ എന്നുള്ള കോൺസെപ്റ്റിനെയും പൊളിച്ചെഴുതിയവരാണ് ഫെമിനിസ്റ്റുകൾ. അതും ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഫെമിനിസ്റ്റുകളുടെ. ഈ സറോഗസി എന്നൊക്കെ പറയുന്ന ചില മാർഗങ്ങളുണ്ടല്ലോ. ഇപ്പൊ സ്ത്രീകൾക്ക് ഇപ്പം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കാൻ കഴിവില്ലാത്ത ചില ആളുകളുണ്ട്. അപ്പൊ അവരുടെ ശാരീരിക ക്ഷമതയും അല്ലെങ്കിൽ ശരീരത്തിലെ പ്രത്യേകതകളൊക്കെ അങ്ങനെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സറോഗസിയിലൂടെ, അതായത് ഒരു വാടക ഗർഭധാരണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വാടക ഗർഭധാരണത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെയുള്ള ജന്മം കൊടുക്കലും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ സ്വന്തം കുഞ്ഞായിട്ട് കാണുന്നതിനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ പൊളിച്ചെഴുതിയത് ഫെമിനിസ്റ്റുകളാണ്. അപ്പൊ ഫെമിനിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഓർമ്മയിൽ വരികയും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതി വെക്കാൻ സാധിക്കുകയും ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ന്യൂ ഡയറക്ഷൻ ഓഫ് കിൻഷിപ്പ് സ്റ്റഡീസ് ആണ്. അപ്പൊ നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കിങ്ഷിപ്പിലും അതുപോലെ തന്നെ ഫാമിലി സിസ്റ്റത്തിലും ഒക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ പണ്ടത്തെ ഫാമിലീസ് ഒക്കെ ജോയിന്റ് ഫാമിലി ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂക്ലിയർ ഫാമിലീസ് ആണ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ കാലത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. അതുപോലെ തന്നെയാണ് കിങ്ഷിപ്പിന്റെ ഇടയിലും ചില മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്.
Some new ideas were introduced in the kinship studies since the 1990s with a focus on the study of gender, personhood, homosexual family, new reproductive technologies, and other related issues. The focus was on catching one day-to-day experiences and representation of different dimensions of power and subordination. അപ്പൊ അങ്ങനെയുള്ള ഡേ ടു ഡേ എക്സ്പീരിയൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് കിങ്ഷിപ്പിലും അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിലും മാരേജ് റിലേഷൻഷിപ്പിലും ഒക്കെ അത് നമുക്ക് പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പൊ ഫോളോയിങ് ആർ സം ഓഫ് ദ ഏരിയാസ് ഇൻ വിച്ച് കിൻഷിപ്പ് സ്റ്റഡീസ് ഹാവ് സ്റ്റാർട്ടഡ് ഫോക്കസിങ്. അപ്പൊ കിൻഷിപ്പ് സ്റ്റഡീസിലെ ചില പുതിയ മാറ്റങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തിട്ടുള്ള ചില ഘടകങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീ എക്സാമിനേഷൻ ഓഫ് റിലവന്റ് കോൺസെപ്റ്റ്സ് ആണ്. അപ്പം ഇൻ ഹെർ വർക്ക് മാട്രിലിറ്റി ട്രാൻസ്ഫോർമിംഗ് കെ സാരദാമണി investigated the idea of maternity form of gender representative and argued that there have been changes in maternity rules among Nayars of Kerala. In this because of different legislations of inheritance, succession, marriage and family. അപ്പൊ റീ എക്സാമിനേഷൻ ഓഫ് റിലവന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വണ്. അത് ന്യൂ ഡയറക്ഷൻ ഓഫ് കിൻഷിപ്പ് സ്റ്റഡീസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതിനകത്ത് പറയുന്നത് ശാരദാമണി എന്ന് പറയുന്ന ഒരു വ്യക്തി മാട്രിലിറ്റി ട്രാൻസ്ഫോമിംഗ് എന്ന് പറയുന്ന അദ്ദേഹം അവരുടെ ബുക്കിലൂടെ നമ്മുടെ നായർ തറവാടുകളിലുള്ള മാതൃ തായ്വഴി അല്ലെങ്കിൽ മാതൃവംശപരമായ ഇപ്പം തായ്വഴിനെ കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തില് ഈ നായർ തറവാടുകളിലുള്ള മാതാവിന്റെ വംശപാരമ്പര്യം നിലനിർത്തുന്ന കുടുംബങ്ങളൊക്കെ തീർത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഇന്ന് കൂടുതലും അച്ഛന്റെ കുടുംബ പേരും അച്ഛന്റെ തായ്വഴിയിലൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ഇതുപോലെയുള്ള മാട്രിലീനിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വംശരേഖീയപരമായിട്ടുള്ള കുടുംബങ്ങളൊക്കെ തീർത്തും ഇല്ലാതാവുകയും പിതാവിന്റെ അതായത് മക്കത്തായ സമ്പ്രദായമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റീ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ആണ്. There are many feminist scholars who have shown how alliance or marriage is a process of subordination for women in which they become a resources in the hands of the groups of which they are member, caste or subcaste. Kylie Rubin gave the following statement: the exchange of women is the shorthand of experiences that are the social relation of kinship. Systems specify the man and certain rights to female kin, and that women do not have the same rights in their male kin. അപ്പൊ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. റീ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ത്രീകള് ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറി താമസിക്കുന്ന വിവാഹശേഷം അപ്പൊ അവർക്ക് അവരുടെ കുടുംബത്തോടുള്ള അറ്റാച്ച്മെന്റും അതുപോലെ തന്നെ റിലേഷനൊക്കെ ക്രമേണ ഇല്ലാതാവുകയും അവർ ഭർത്താവിന്റെ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് കിൻഷിപ്പ് സ്റ്റഡീസിലെ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് തേർഡ് വൺ ആണ് ക്വസ്റ്റ്യനിങ് മദർ ചൈൽഡ് ബോണ്ട്. അപ്പൊ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്നതാണ് തേർഡ് വൺ എന്ന് പറയുന്നത്. The feminist anthropologists also work towards exploring in the mother-child relationship could have other purpose outside human reproduction like economic, political and ideological. They cast doubts on the mother-child bond and the relationship between ostensible male authority and the true dynamics of power and privilege in a given social structure. The biological truth are valid with the larger systems of meaning. അപ്പം ക്വസ്റ്റ്യനിങ് മദർ ചൈൽഡ് ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ സെറോഗസിനെയും അതുപോലെ തന്നെ സ്പാം ബാങ്കിനെയും ഒക്കെ വളരെയധികം മോശമായിട്ട് അല്ലെങ്കിൽ വളരെയധികം നിരാകരിച്ചാണ് നമ്മുടെ സൊസൈറ്റി കണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്പാം ബാങ്കിനെയൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട് ആശ്രയിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സെറോഗസിയിലൂടെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്നവർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില രീതികളില് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സംശയങ്ങളും അതുപോലെ തന്നെ മകളുടെയും അല്ലെങ്കിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും തമ്മിലുള്ള ആത്മബന്ധത്തെ ചോദ്യം ചെയ്യൽ കൂടുതലായിട്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ന്യൂ ഡയറക്ഷൻ ഓഫ് ഇൻ കിൻഷിപ്പ് സ്റ്റഡീസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീ എക്സാമിനേഷൻ ഓഫ് റിലവന്റ് കോൺസെപ്റ്റ്സ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റീ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്, തേർഡ് വൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മദർ ചൈൽഡ് ബോണ്ട്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നു കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ 7th ചാപ്റ്ററിൽ നിന്ന്
വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ കാസ്റ്റ് സിസ്റ്റം? അപ്പൊ കാസ്റ്റ് സിസ്റ്റം എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കാസ്റ്റ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ജാതി വ്യവസ്ഥയാണത്. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊരു ഹയറാർക്കി, നമ്മുടെ ഇന്ത്യയിൽ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഒരു ജാതി ശ്രേണിയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാസ്റ്റ് ഹയറാർക്കി ഒക്കെ ഉണ്ടായിരുന്നു. മുകളിൽ നമ്മുടെ ബ്രാഹ്മണന്മാര്, രണ്ടാമത് ക്ഷത്രിയന്മാര്, മൂന്നാമത് വൈശ്യര്, നാലാമത് ശൂദ്രര്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജാതി ശ്രേണി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയും തീണ്ടലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പം കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മാരേജ് സിസ്റ്റത്തെ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയായിട്ടാണ് ബന്ധിപ്പിച്ചിരുന്നത്. കാരണം ഒരേ കാസ്റ്റിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹമായിരുന്നു കൂടുതലായിട്ട് നടന്നിരുന്നത്. ബ്രാഹ്മണന്മാർക്ക് മറ്റു ജാതിയിൽ നിന്നുള്ള വിവാഹങ്ങൾ നിരോധിച്ചിരുന്നു. അതുപോലെ തന്നെ ഓരോ വംശത്തിലുള്ളവരും അതാത് ജാതിയിലുള്ളവരെയാണ് വിവാഹം കഴിച്ചിരുന്നത്. പക്ഷെ സെയിം കുടുംബത്തിലുള്ള ആളുകളിൽ നിന്നുള്ള രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹം നിരോധിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത് നമ്മുടെ 89-ൽ, നമ്മുടെ പേജ് നമ്പർ 89-ൽ എടുക്കുക. അതിന്റെ അത് ക്വസ്റ്റ്യൻ നമ്പർ 2-ല് റൈറ്റ് ഡൗൺ ദ കാർവേസ് വ്യൂ ഓൺ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാർവേയുടെ ഐരാവതി കാർവേ എന്ന് നമ്മൾ പഠിച്ചു. അവരൊരു ഫേമസ് ആയിട്ടുള്ള ആന്ത്രപ്പോളജിസ്റ്റ് അതുപോലെ തന്നെ സോഷ്യോളജിസ്റ്റും ആണെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പം ഇരാവതി കാർവേയുടെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതിൽ നിന്നുള്ള കുറച്ച് കണ്ടന്റുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഐരാവതി കാർവേ ഇപ്പൊ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള മാരേജ് സിസ്റ്റം അതുപോലെ തന്നെ ബന്ധുത്വ നിയമങ്ങളും ഒക്കെ പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അവരുടെ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ രീതികളും ഒക്കെ നമ്മൾ എഴുതി വെക്കണം. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ട് പേജ് നമ്പർ 89-ൽ കൊടുത്തിട്ടുണ്ട്. ഇനി സെയിം പേജിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3-ലായിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡു യു തിങ്ക് കിൻഷിപ്പ് സിസ്റ്റം വേരീസ് വിത്ത് ക്ലാസ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. അതും നമുക്ക് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി വെക്കുക. അതൊന്ന് ജസ്റ്റ് ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. ഈ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ട് ടിക്ക് മാർക്ക് ഇടുക. അപ്പൊ നമ്മൾ ഇത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണെന്നും ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയെ വരും. ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് അല്ലെങ്കിൽ PQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ചാപ്റ്റർ നമ്പർ 8. അത് റീഇമാജിനിങ് ഫാമിലീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഫാമിലി സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫാമിലി എന്ന് പറയുന്നത് അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒന്നാണ് ഫാമിലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ കോണ്ടാക്റ്റും അതുപോലെ തന്നെ സുരക്ഷിതത്വ ബോധവും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഫാമിലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാമിലി 2 ടൈപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ജോയിന്റ് ഫാമിലി, രണ്ടാമത്തെ ന്യൂക്ലിയർ ഫാമിലി. ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ തലമുറയിൽപ്പെട്ട ആളുകൾ, അത് രണ്ടോ അതിൽ കൂടുതൽ തലമുറയിൽപ്പെട്ട ആളുകൾ ഒരേ മേൽക്കുരയ്ക്ക് കീഴിൽ ഒരേ അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവരാണ് ജോയിന്റ് ഫാമിലി ഉള്ളവർ. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് ഒരു കുടുംബം മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അച്ഛനും അമ്മയും അവരുടെ ദത്തെടുത്ത മക്കളോ അല്ലെങ്കിൽ രക്തബന്ധത്തിലൂടെ ഉണ്ടായ മക്കളോ ഉൾപ്പെടുന്നതാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റെൻഡഡ് ഫാമിലീസ് ഉണ്ട്. അതായത് അച്ഛനും അമ്മയും മക്കളും പിന്നെ അവരുടെ കൊച്ചുമക്കളും അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഫാമിലിയാണ് എക്സ്റ്റെൻഡ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഫാമിലീസിന്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് ജസ്റ്റ് ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ അതും എഴുതി വെക്കാനായിട്ട് മറക്കരുത്. Okay, family is an important institution of human society and provides the basic and biological needs, caregiving and socialization functions. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് സുരക്ഷിതത്വ ബോധം നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ വളരെയധികം കെയർ ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. മറ്റു ആളുകളിൽ നിന്ന് ലഭിക്കാത്ത കെയറിങ്ങും അതുപോലെ തന്നെ ഒരു സുരക്ഷിതത്വ ബോധവും ഒരു അടച്ചുറപ്പുള്ള ഒരു വീടും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിനാണ്. കാരണം നമ്മൾ ജനിച്ചതും നമ്മൾ വളരുന്നതും നമ്മൾ വികാസം പ്രാപിക്കുന്നതും നമ്മൾ സോഷ്യലൈസ്ഡ് ആവുന്നതും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഫാമിലിയുടെ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതി വെക്കാം. ഫാമിലി is an important institution of human society that provides the basic and biological needs, caregiving and socialization functions. There is no single definition of structure that defines the family. It is described as a large group and consists of the husband, wife, children and kinfolks. അപ്പം അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും, അതായത് ഭർത്താവും ഭാര്യയും അവരുടെ കുട്ടികളും കുടുംബവും അവരുടെ കുടുംബത്തിലുള്ള ബന്ധുക്കളും ഒക്കെ അടങ്ങുന്നതാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഫാമിലിനെ നമുക്കൊരു സിംഗിൾ ഡെഫിനിഷനിലൂടെ നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് നിർവചിക്കാൻ കഴിയില്ല. This group of family is united by emotional ties or ties of affinity, which is created by marriage and consonant with which are formed by birth. അപ്പം ബൈ ബർത്തിലൂടെയും അതുപോലെ തന്നെ മാരേജിലൂടെയും ഒക്കെ ഒരാള് അല്ലെങ്കിൽ വ്യക്തികൾ കുടുംബത്തിന്റെ ഭാഗമായി മാറുകയും അവിടെ ജീവിക്കുകയും അവിടെ മരണമടയുകയും ചെയ്യാറുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇനി അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി, ക്ലാസിക്കൽ സോഷ്യോളജി. There is not one clear single definition of family, as it is used in the broader perspective. The definition of family is sociology is that it is unit that consists of people who live with each other and are related either by blood or marriage. Family is seen as a cultural ideal and a focusing of identity. It is also understood as a part of natural order to things. That is understood in terms of relations that are formulated as a part of intersection of three elements: marriage, parenthood, and cohabitation, residence. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. നമുക്ക് പാരന്റ്സ്, മദർഹുഡും അതുപോലെ തന്നെ മാരേജും പാരന്റ്ഹുഡും അതുപോലെ തന്നെ റെസിഡൻസും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ് ഫാമിലീസ് എന്ന് പറയുന്നത്. അതിനെ ഒരു സിംഗിൾ ഡെഫിനേഷനിലൂടെ നമുക്ക് അതിനെ ഒരിക്കലും നിർവചിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. ആസ് ടോൾഡ് earlier, there is no single definition of family and is dependent upon the perspective taken and the purpose of defining family. We shall now understand the concept and definition that are related in understanding of family. First one എന്ന് പറയുന്നത് household ആണ്. Household എന്ന് പറയുന്നത് a group of persons living in the same home and share their income and take meals together can be called as a household. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് എന്താണെന്ന്. എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ലിവിംഗ് ഇൻ ദ സെയിം ഹോം ആൻഡ് ഷെയർ ദെയർ ഇൻകം ആൻഡ് ടേക്ക് മീൽസ് ടുഗദർ ക്യാൻ ബി കോൾഡ് ആസ് എ ഹൗസ് ഹോൾഡ്. അപ്പൊ ഒരു വീട്ടിൽ ജീവിക്കുകയും അതുപോലെ തന്നെ അവരുടെ ഇൻകം ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങി പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ പറയുന്ന പേരാണ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. It is therefore the basic residential unit in which the economic production, consumption, inheritance, child rearing, and shelter are arranging and carried out. In household, there are one or more people living together under the same roof and eating food cooked in the same kitchen. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. In household, there are one or more people living together under the same roof and eating food cooked in the same kitchen. The sociologists believe that household may not always be an essential element in defining a family, and people can be member of one family while not sharing a common household. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പൊ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരേ വീട്ടിലെ കീഴിൽ താമസിക്കുകയും അവരുടെ ഇൻകം ഷെയർ ചെയ്യുകയും അവരൊന്നിച്ച് ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി കുക്ക് ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നതിനെയാണ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ഫാമിലീസിനെ കുറിച്ച് പറയുമ്പോൾ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ്. ഫാമിലിയും ഹൗസ് ഹോൾഡും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. The basis of family is the principles of kinship in which the members share a common residence and live in a home stated. In residential unit is called the household, in which the members are connected by the relation ties. A.M. Shah stated the kin and residence rule distinguish between family and a household. The difference between the two is that a household can be called as an extension of family, and a family can be a household, but a household need not be a family. ഇപ്പം ഒരു ഫാമിലി ഒരു ഹൗസ് ഹോൾഡ് ആവാം, പക്ഷെ ഹൗസ് ഹോൾഡ് ഒരിക്കലും ഒരു ഫാമിലി ആയിട്ട് മാറുകയില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. That can be a group of people that can live with each other without having any kinship ties. A family is often the extension of two or more households in which the members have separate residence but may belong to the same family and have familiar bonding and responsibilities. അപ്പോൾ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഒരേ കുടുംബത്തിൽ ജീവിക്കുകയും അവരുടെ സാലറികൾ അല്ലെങ്കിൽ അവരുടെ ഇൻകം ഷെയർ ചെയ്യുകയും അവരൊന്നിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റികളൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്നതാണ് ഒരു ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. പക്ഷെ ഫാമിലീസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഹൗസ് ഹോൾഡിൽ താമസിക്കുന്ന വിഭാഗങ്ങളെ ഫാമിലീസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം.
അതുപോലെ തന്നെ ഫാമിലി എന്ന് പറയുന്നത് അതൊരു സ്ട്രോങ് റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ ഒരു ബ്ലഡ് ബോണ്ടിങ്ങും ഒക്കെ ഉള്ളവരായിരിക്കും ഫാമിലിയിൽ ഉൾപ്പെടുന്നവര്. ഇനി ഡൊമസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് ലീവ്സ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഷെയർ ദ ആക്ടിവിറ്റീസ് ഓഫ് ഡൊമസ്റ്റിക് ലൈഫ് ക്യാൻ ബി കോൾഡ് ആസ് എ ഡൊമസ്റ്റിക് ഗ്രൂപ്പ്. ദ ഡൊമസ്റ്റിക് ഗ്രൂപ്പ് ഈസ് എ റിസോഴ്സ് ഡൂയിങ് the production unit who live the usually eats with each other. According to Mayor Forbes, the domestic group defined as a householding and a housekeeping group. അപ്പം നമുക്ക് ഡൊമസ്റ്റിക് ഗ്രൂപ്പിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഹൗസ് ഹോൾഡിംഗ് ആൻഡ് ഹൗസ് കീപ്പിംഗ് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. This group helps the members to arrange the resources which are required for the development of all its members. He added that each domestic group undergoes a cyclical development. The domestic group undergoes a cyclic development. The three main stages in the developmental cycle of the domestic group include the expansion lasts from the marrying of two people to the completion of their procreation and then the distribution of function being with the physical departure of the oldest kid for school or a job, or which the marriage of the oldest child which lasts till all the children are dispersed or married. In difference between domestic group and family. ഇപ്പൊ ഡൊമസ്റ്റിക് ഗ്രൂപ്പും ഫാമിലിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹൗസ് ഹോൾഡ് ഫാമിലി തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഇനി നമ്മൾ ഹൗസ് ഹോൾഡ് നമ്മൾ ഡൊമസ്റ്റിക് ഗ്രൂപ്പും അതുപോലെ തന്നെ ഫാമിലി തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. In sociology, there are different meanings of the terms family and domestic group. These are differentiated to the basis, and the domestic group are developed by the individuals who have no kinship relationship, but the members of one family may be allocated over two or more domestic groups. The domestic domain is the system of social relations which helps in the integration of the reproductive nucleus with the environment and with the structure of the total society. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഡൊമസ്റ്റിക് ഗ്രൂപ്പും അതുപോലെ തന്നെ ഫാമിലിയും തമ്മിലുള്ള ഡിഫറൻസ്. ഫാമിലി എന്ന് പറയുന്നത് സ്ട്രോങ് ഇമോഷനും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ളൊരു വിഭാഗമാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ ഡൊമസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. ഈ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് the four important theoretical premises of family are: first, നമുക്ക് ഫാമിലിനെ നാലായിട്ട് തരംതിരിക്കാം. ഒന്ന് ഫങ്ഷണൽ അപ്രോച്ച് ആണ്, രണ്ടാമത്തെ കോൺഫ്ലിക്ട് തിയറിയാണ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് സിംബോളിക് ഇന്ററാക്ഷനിസം ആണ്, നാലെന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. ഫസ്റ്റ് വൺ ഫങ്ഷണൽ പെർസ്പെക്റ്റീവില്, അക്കോർഡിംഗ് ടു ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, family is an important situation that performs important functions for the society and individuals. അപ്പം പേജ് നമ്പർ 101 ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് കിടക്കുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് തൊട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി വെക്കാം, അത് പ്രധാനപ്പെട്ടതാണ്. According to the functionalist perspective, family is an important institution that performs important functions for the society and individuals. The society is considered as a system that is made up of different parts which are dependent on each other. According to the sociologists like George Markov, there are four functions performed by family: regulation of sexual behavior, reproduction, economic cooperation, and socialization. അപ്പം അവരുടെ ഫങ്ഷണലിസ്റ്റില് സോഷ്യോളജിസ്റ്റ് ആയ ജോർജ് മാർഡോക്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്ഷൽ ബിഹേവിയറും, രണ്ടാമത് റീപ്രൊഡക്ഷൻ, ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ. ഇനി the functionalist theory states that the functions performed by the institution of family are as follows. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. 4 പോയിന്റുകളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, the family help in providing an authorized platform for the two adult members of sexually live with each other as a couple and enhance social continuity. Second one, the family provides the shelter to the members and helps in fulfilling the basic needs of meeting food intake. Third one, a family is an economic unit in which the members participate in the productive activity and do similar or different jobs. The fourth one, the work is divided between the members on the basis of division of labor based on age, gender, and position of a person in family and even personal competence.
അപ്പം നമുക്കറിയാം ഫങ്ഷൻസ് എന്ന് പറയുന്നത് തിയറിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഫാമിലിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 4 രീതിയിലാണ് അവർ പറയുന്നത്. അപ്പൊ അവര് ഫാമിലി എന്ന് പറയുന്നത് ഒരു 2 വ്യക്തികൾ തമ്മിൽ സെക്ഷൽ ഇന്ററാക്ഷനും അതുപോലെ തന്നെ റീപ്രൊഡക്ഷനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഫാമിലി എന്നാണ് ഫങ്ഷനിസ്റ്റുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഫാമിലി എന്ന് പറയുന്നത് അതിലെ മെമ്പേഴ്സിന് ഒരു ഷെൽട്ടറും അതുപോലെ തന്നെ ഒരു ഭക്ഷണമൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് ഫാമിലീസ് നിലകൊള്ളുന്നതെന്ന് ഫങ്ഷനിസ്റ്റുകൾ പറയുന്നു. അതുപോലെ തന്നെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലും അതുപോലെ തന്നെ ജോബ്സിലും ഒക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആക്റ്റീവായിട്ട് പങ്കെടുക്കണം എന്നുള്ള കാര്യം പറയുന്നു. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബറും നമ്മുടെ ഫാമിലിയിൽ ഫങ്ഷണലിസ്റ്റുകൾ അതിനെ അങ്ങനെ ഒരു ആശയം കൂടെ വെക്കുന്നുണ്ട്. കാരണം അവരുടെ ഏജും ജെൻഡറും അതുപോലെ തന്നെ ഏജും അവരുടെ ആരോഗ്യമൊക്കെ അനുസരിച്ച് ഉള്ള ചില ജോലികളൊക്കെ ചെയ്യുവാനായിട്ട് ഫാമിലി മെമ്പേഴ്സ് വളരെയധികം അവരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഫങ്ഷനിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്, ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഇനി പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ചസ് ഇൻ ക്ലാസിക്കൽ തിയറീസ്. In this section, let us concentrate on the ideas of connectedness, that the contradictory of biologically established kinship and family ties, the focus on the adoption-based affinity and homosexual alliance kinship. There is a lot of uncertainty in the contemporary society when we talk about family as a self-haven. We cannot define family as a union between consensual individuals. There are many questions that are raised about the fact of being born in a family without a choice and therefore the concept of family by choice. അപ്പൊ അതുപോലെ തന്നെ ഫാമിലിയിലെ ക്ലാസിക്കൽ തിയറീസിലെ ചലഞ്ചസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ചില ആളുകളൊക്കെ ഇപ്പോഴും ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ സെയിം ജെൻഡറിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹമൊക്കെ എതിർക്കുന്നവരുണ്ട്. അപ്പൊ ഇന്നത്തെ മാറി വരുന്ന സമൂഹത്തിൽ അത് കൂടുതലായിട്ട് ഇപ്പം ഹോമോസെക്ഷൽ മാരേജസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ചില ആളുകളൊക്കെ അതിനോട് തീർത്തും വ്യത്യസ്തമായ മനോഭാവം അല്ലെങ്കിൽ തീർത്തും നിഷേധാത്മകമായ മനോഭാവം വെച്ച് പുലർത്തുന്നവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് ഫാമിലിയിലും അല്ലെങ്കിൽ കിൻഷിപ്പിന്റെ ഒക്കെ രീതിയിൽ വരുമ്പോൾ. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഫാമിലി ബൈ അഡോപ്ഷൻ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. എ ഫാമിലിയൽ റിലേഷൻഷിപ്പ് ഇസ് ക്രിയേറ്റഡ് ഇൻ കേസ് ഓഫ് അഡോപ്ഷൻ ബിറ്റ്വീൻ എ പാർട്ണർ ആൻഡ് ചൈൽഡ് ഹു ആർ നോട്ട് നാച്ചുറലി റിലേറ്റഡ്. വി ക്യാൻ സേ ദാറ്റ് ദ കണക്റ്റഡ്നെസ് ഈസ് ഫോർട്ട് ഇൻ കേസ് ഓഫ് അഡോപ്ഷൻ ത്രൂ ലോ. അപ്പോൾ ഫാമിലി ബൈ അഡോപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ആളുകളൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ രക്ഷകർത്തൃത്വം ഏറ്റെടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധുത്വ രീതികളെയൊക്കെ ചില ആളുകളൊക്കെ നിരാകരിക്കുന്നുണ്ട്. കാരണം സ്വന്തം രക്തത്തിൽ പിറക്കാത്ത കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളർത്തുകയാണെങ്കിൽ അവർ ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെയുള്ള ചില തോന്നലുകളൊക്കെ പല ആളുകളിലും ഉണ്ട്. അപ്പൊ അതുപോലെ ദത്തെടുക്കുന്ന കുട്ടികളെ സ്വന്തം ഫാമിലി മെമ്പേഴ്സ് ഉൾക്കൊള്ളാത്ത ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഫാമിലി ബൈ അഡോപ്ഷൻ എന്ന് പറയുന്നത് സോഷ്യോളജിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അവ ഈ ദത്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ബ്ലഡ് റിലേഷനും ഇല്ലാത്ത, യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ ആയിരിക്കും അപ്പം കുഞ്ഞുങ്ങളുണ്ടാകാത്ത ഭാര്യാഭർത്താക്കന്മാരെ ദത്തെടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും വളരെയധികം ചില ആളുകൾക്ക് വളരെയധികം ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരാറുണ്ട്. We can say that the consentedness is for the cause of adoption through law. Adoption helps in attaining parenthood among the human beings. But with the changes in the society, the idea of adoption is different from the mentioned in the traditional context. Earlier adoption was used as a method of ensuring continuity of the male line for political, religious or economic reasons, but the modern law stresses more on the welfare of the child. Later on, the idea shifted towards gaining legitimacy and scholarly studies in disciplines like psychology and sociology, which is stressed on the positive implication of stable family life on the development of child. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ പണ്ട് കാലത്ത് നമുക്ക് ഈ അഡോപ്ഷൻ ഒക്കെ വളരെ ഈസി ആയിട്ട് നടക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അഡോപ്ഷൻ ഒക്കെ ഒരുപാട് നിയമ തടസ്സങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം നമ്മള് ഒരു കുട്ടി അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടും അതുപോലെ തന്നെ ആ കുഞ്ഞിനെ നോക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അഡോപ്ഷൻ ഈ കാലഘട്ടത്തിൽ
സാധ്യമാക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയിൽ അഡോപ്ഷൻ വഴി ഒരു ഫാമിലിയിൽ അംഗമാകുന്നതിനെ കുറിച്ച് ഇപ്പോഴും കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് അതിനെ അംഗീകരിക്കുന്നുണ്ട്. ഇനി ഓക്കെ, ആൾ കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കറണ്ട് പോയി. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫാമിലി ബൈ അഡോപ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റെപ്പ് ഫാമിലീസും റീഡിഫൈനിങ് ദ ഫാമിലീസ് ആണ്. അപ്പം സ്റ്റെപ്പ് ഫാമിലീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് ഫാദർ, അങ്ങനെയുള്ള ചില കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. There are many reasons of the increase of the step families in India. The first is because of the increase in the case of remarrying in many Western countries as well as in India, and the second is the change in the anthropological approach to the study of marriage. Family and kinship. A step family is a family in which at least one of the parents has a child or children from previous relationship. അപ്പൊ നമ്മള് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് ഫാദർ, അങ്ങനെയുള്ള ഒരു രീതികൾ. അപ്പൊ നമ്മള് ടു കൺട്രീസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഇങ്ങനെ സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് ഫാദർ എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റ് ഒക്കെ കൂടുതൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഒരു മാരേജിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വിവാഹം കഴിക്കുകയാണെങ്കിൽ, അപ്പം ഒരു അച്ഛന് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇപ്പം ഒരു വ്യക്തി ഒരു വിവാഹം കഴിച്ചു, അതിൽ ഒരു കുഞ്ഞുണ്ടായി, ഇപ്പം ഒരു പെൺകുട്ടി ഉണ്ടായി. അപ്പൊ ആ പെൺകുട്ടിയുടെ അമ്മ മരണമടഞ്ഞിട്ട് ആ ആള് വീണ്ടും ഒരു വിവാഹം കഴിച്ചെന്ന് വെച്ചോ. അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ ആ സ്ത്രീ വിവാഹം കഴിച്ചു വരുന്ന പുതിയ ഭാര്യ അറിയപ്പെടുന്നത് ആ കുഞ്ഞിന്റെ സ്റ്റെപ്പ് മദർ ആയിട്ടാണ്. അപ്പൊ സ്റ്റെപ്പ് ഫാമിലീസ് എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെയധികം വ്യാപകമായിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലും സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് ഫാദർ എന്ന് പറഞ്ഞുള്ള ഒരു കുറച്ച് കോൺസെപ്റ്റുകൾ ഈ കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് മദർ എന്നൊന്നും വിളിക്കാറില്ല, നമ്മൾ അമ്മയെന്ന് തന്നെയാണ് വിളിക്കാറ്, അല്ലെങ്കിൽ അച്ഛൻ തന്നെയാണ് വിളിക്കാറ്. Okay, a step family is a family in which at least one of the parents has a child or children from previous relationship. This definition is not a conventional definition of the family. The children in a step family may live with one biological or adoptive parent, or may live with each biological or adoptive parent for a period of time. There are many differences between step families and the nuclear biological families. The problems in step families are the result of entry of few members into a family on remarriage of either family or mother. The problem is not only of the children, but the responsibilities to be shared among the family members. The members of the family share living space, developing relationships, negotiation relations with the previous spouse, as well as emotional and mental issues. അപ്പൊ സ്റ്റെപ്പ് ഫാമിലീസിൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല പാരന്റ്സിനും അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അവര് സോഷ്യൽ സ്പേസും ലിവിങ് സ്പേസും അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളും ഒക്കെ ചില കാര്യങ്ങളിലൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടി അല്ലെങ്കിൽ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ പാരന്റ്സിനും നേരിടേണ്ടി വന്നേക്കാം. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ മാറി വരുന്ന സമൂഹത്തിൽ ഫാമിലി ബൈ അഡോപ്ഷനും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഫാമിലീസും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാമിലി ബൈ അഡോപ്ഷനും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഫാമിലീസും ഒക്കെ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫാമിലിയുടെ ഡെഫിനേഷനും നമ്മൾ തീർച്ചയായിട്ടും എഴുതി വെക്കണം. ഇനി ക്രിറ്റിക് ഓഫ് ദ ക്ലാസിക്കൽ തിയറി.
ഏർലിയർ. അപ്പം ക്രിറ്റിക് എന്ന് പറയുന്നത് നമുക്കറിയാം വിമർശനമാണ്, അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് വിമർശനങ്ങളാണ്. അപ്പോൾ ക്ലാസിക്കൽ തിയറിയുടെ വിമർശനമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഏർലിയർ ദ മെയിൻ ഫോക്കസ് ഓഫ് ദ സോഷ്യോളജിസ്റ്റ് വാസ് ഓൺ ഡിഫറൻഷിയേറ്റ് ഫാമിലി ഫ്രം household and then used it for comparing between social changes, and takes place because of industrialization, the growth of rationality. The scientific temper was hampering the growth of the assumption but about family as a protective and safe haven for the members, which changed the family was seen in the terms of its fluid nature and reflected the divide between kinship as a given biological fact and kinship as a social constructed and prosexual. അപ്പൊ നമുക്ക് അറിയാം ക്രിറ്റിക് ഓഫ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് വളരെയധികം സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഒക്കെ തരുന്ന ഒരു സിസ്റ്റമാണ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള തീർത്തും വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് ക്ലാസിക്കൽ തിയറിയിലുള്ളത്. അതുപോലെ തന്നെ അഡോപ്ഷനും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഫാമിലീസും ഒക്കെ കുട്ടികളുടെ സുരക്ഷിതത്വം അതുപോലെ തന്നെ അവരുടെ ബന്ധുത്വത്തെ കുറിച്ചുള്ള ചില പോരായ്മകളും ഒക്കെ ഊന്നി പറയുന്നവയാണ്. ഇനി കൾച്ചറൽ തിയറി എന്ന് പറയുന്നത് ബിയോണ്ട് ബ്ലഡ് ആൻഡ് മാരേജ് ടൈസ് എന്ന് പറയുന്നത് ആ ബന്ധത്തെയാണ് പറയുന്നത്. ബിയോണ്ട് ബ്ലഡ് ആൻഡ് മാരേജ് എന്ന് പറയുന്നത് ഇപ്പം ബ്ലഡ് റിലേഷനും അതുപോലെ തന്നെ മാരേജ്, അതായത് വിവാഹ ബന്ധത്തിനുമൊക്കെ വിവാഹ ബന്ധത്തെക്കാളും ഒക്കെ ഉന്നതിയിൽ നിൽക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ദ കൾച്ചറൽ തിയറീസ്, the classical definitions of the family were affected by the unexamined Western cultural assumptions about biology and its relationship to kinship. They stated that the sociologists studying family were involved in only two aspects. The first was to compare the differentiate family from household, and the second was to investigate the changes taking place due to impact of industrialization. There were many changes in the theories of family post 1980s, in which traditional embedded assumptions about the universality of the family and its sociological purposes was debate and ultimately discarded and changes were. അപ്പൊ നമുക്ക് നമ്മുടെ ഓരോ സമൂഹവും അല്ലെങ്കിൽ ഓരോ കാലഘട്ടവും കഴിയും തോറും നമ്മുടെ കൾച്ചറിലും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുത്വത്തിലും അതുപോലെ തന്നെ ഫാമിലിയിലും ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മാരേജിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബ്ലഡ് റിലേഷന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അഡോപ്ഷൻ ഒക്കെ കൂടുതലായിട്ട് അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ കൾച്ചറൽ തിയറിയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ കൾച്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഹോമോസെക്ഷൽ മാരേജസ് ഒക്കെ ഇപ്പൊ അപ്രൂവ് ചെയ്യുന്നതും ഇതുപോലെയുള്ള കൾച്ചറൽ തിയറിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ കൾച്ചർ ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ സംസ്കാരം ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ സമയത്തും മാറുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമ്മുടെ മാരേജും അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻസും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പൊ ഈ ചേഞ്ചസിനെ കുറിച്ച് പറയുന്നത് 3 പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. ദ ഫാമിലി വാസ് സീൻ ഇൻ ദ ടേംസ് ഓഫ് ഫ്ലൂയിഡ് നേച്ചർ ആൻഡ് ദ റിഫ്ലക്റ്റഡ് ആൻഡ് ഡിവൈഡഡ് ബിറ്റ്വീൻ കിൻഷിപ്പ് ആസ് എ given biological fact and kinship as social constructed and prosexual. The family second point എന്ന് പറയുന്നത് the family was also reimagined beyond the ideal and nuclear family and biological ties for reproduction. അപ്പൊ നമുക്ക് അറിയാം ഫാമിലി എന്ന് പറയുന്നത് അത് ന്യൂക്ലിയർ ഫാമിലിയും ഒക്കെ ബയോളജിക്കൽ ടൈസിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അത് റീപ്രൊഡക്ഷന്, ഫാമിലി എന്ന് പറയുന്നത് ഒരു കുടുംബമായിട്ട് രൂപപ്പെടുന്നത് അതിന്റെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കർത്തവ്യം കൂടെ ഒരു ഫാമിലിയിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അതായത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള ഒരു അവകാശവും അല്ലെങ്കിൽ ഒരു പ്രധാന കർത്തവ്യമാണ് ഒരു കുടുംബത്തിന്റെ. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ദ മീനിങ് ഓഫ് ദ ഫാമിലി വ്യൂഡ് ആസ് 2 ന്യൂ ലെവൽ ചിൽഡ്രൻ ആർ നോ ലോങ്ങർ ടേക്കൺ ആസ് എ നെസസറി പ്രീകണ്ടീഷൻ ആൻഡ് ഫാമിലി റിലേഷൻസ് ആർ എക്സ്റ്റെൻഡഡ് ടു ഇൻക്ലൂഡ് ഫ്രണ്ട്സ്. അപ്പം നമുക്കറിയാം നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലി സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒന്നാണ്. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവരൊരു 10-15 വയസ്സൊക്കെ ആകുമ്പോൾ സ്വന്തം കാര്യം നോക്കുകയും അതുപോലെ തന്നെ സ്വന്തമായി ജോലിക്ക് പോയിട്ട് പണം സമ്പാദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ഒരു ജീവിത രീതിയാണ് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ളത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെയധികം പ്രൊട്ടക്ട് ചെയ്ത് അവർക്കൊരു ജോലി ആവുന്നവരെ, അവർ വിവാഹം കഴിക്കുന്നവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നതും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതിന്റെ പവർ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അതിൻ്റെ അകത്ത് വരുന്നത് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവില് നമ്മൾ പറഞ്ഞു രക്തബന്ധം വഴിയുള്ള
കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതൊക്കെയാണ് വളരെയധികം നല്ലതെന്നുള്ള രീതിയിലുള്ള ചില ആശയങ്ങളും ഒക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നു. ഫെമിനിസ്റ്റുകൾ തിയറിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ ആണ് ഈ സെറോഗസിയും അതുപോലെ തന്നെ നമ്മുടെ സ്പേം ബാങ്കും ഒക്കെ ഒരുപാട് ആളുകൾ സ്വീകരിക്കാൻ ഇടയായത് ഈ ഫെമിനിസ്റ്റ് കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അവരുടെ പഠനങ്ങള് ഈ സ്ത്രീകളുടെ അവസ്ഥയും അതുപോലെ തന്നെ സ്ത്രീകളുടെ കുടുംബത്തിന്റെ പ്രാധാന്യമൊക്കെ വളരെയധികം ഊന്നി പറയുന്ന ഒന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾക്ക് നോക്കാം. ദ സ്റ്റഡീസ് ഓഫ് ഓൺ ഫാമിലി റിഗ്ലറ്റഡ് മാൻസ് ആൻഡ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദെയർ സ്റ്റഡി ആൻഡ് ignored women's expectations. According to the feminist perspective, the family is seen as the cooperative, harmonious and egalitarian realm. They have opinion that rather than being a mutually beneficial institution that has managed on equal contribution of all members and functions of the family are largely based on the exploitation of the woman's labor. The feminist studies the family by focusing on power dynamics underlying it. They focused on the inheritance of hierarchies and the sexual representation and underlies family and therefore reflect on its egalitarian and prospective character. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫെമിനിസ്റ്റുകൾ, അതായത് നമ്മുടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലത്തെ ഈക്വാലിറ്റി വേണമെന്നുള്ള ഭാഗം ആളുകളാണ് ഫെമിനിസ്റ്റുകൾ. അപ്പൊ അവര് നമ്മുടെ കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചും വിശദമായ പഠനം നടത്തിയതിൽ അവർക്ക് മനസ്സിലായത് സ്ത്രീകൾ ഒരുപാട് കൂടുതൽ സഹിക്കുകയും നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് സമയം ചെലവഴിക്കുകയും കൂടുതൽ അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഫെമിനിസ്റ്റുകൾക്ക് മനസ്സിലായി. അപ്പൊ അവരുടെ പവറും അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷനും ഫാമിലിയിലുള്ള സ്ത്രീകളുടെ സ്ഥാനത്തിനുള്ള അധപതനവും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ കുറവും ഒക്കെ ഫെമിനിസ്റ്റുകൾ കൂടുതൽ ഊന്നി പറയുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ന്യൂ ഫാമിലി ഫോംസ്. അപ്പം നമ്മൾ പറഞ്ഞു ഒരുപാട് കൾച്ചറിന്റെ ഭാഗമായിട്ടും കാലഘട്ടത്തിന്റെ ഭാഗമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഫാമിലിയിലും കൾച്ചറിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. അതിന്റെ ഫലമായിട്ടുണ്ടായ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫാമിലി ബൈ ചോയ്സ് ആണ് ഫസ്റ്റ് വൺ. ഫാമിലി ബൈ ചോയ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹോമോസെക്ഷാലിറ്റി ഉള്ള ആളുകൾ, അതുപോലെ തന്നെ ഗെയ്സ്, ലെസ്ബിയൻസ്, അവരൊക്കെ അവരുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമ്മൾ ഇന്ന് ഭരണഘടനയിലൂടെ നിയമം വഴി നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പം ഒരു കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 1-2 വർഷം മുൻപ് വരെയൊക്കെ ഈ സെയിം സെക്സിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹവും അതുപോലെ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പും ഒക്കെ കുറ്റകരമായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് നിയമം വഴി ഒരേ സെയിം സെക്സിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ ശാരീരികവും മാനസികവുമായ ചില പ്രത്യേകതകൾ കാരണമാണ് അവരെങ്ങനെ സെയിം സെക്സിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നതെന്നും നമ്മൾ പഠനങ്ങൾ വഴി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഒരു നിയമം വഴി അവർക്കൊരു അംഗീകാരം കൊടുത്തത്. ഇനി കാത് വേർസ്റ്റൺ യൂസ്ഡ് ദ ടേം ഫാമിലീസ് വി ചൂസ് to describe the queer forms of kinship different to of the biological family. The term families were created also suggests the individuals have a choice in the formation of family. Western stated that the gay and lesbian communities in 1980s San Francisco kinship began to seem more like an effort and the choice than a permanent unshakable bond or a ബർത്ത് റൈറ്റ്. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഫാമിലി ബൈ ചോയ്സ് എന്ന് പറയുന്നത് ഗേയ്സിന്റെയും ലെസ്ബിയൻസിന്റെയും ഒക്കെ ഒരു ഫാമിലി രീതിയുടെ അല്ലെങ്കിൽ അവരുടെ വിവാഹബന്ധത്തിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായതാണ്. അതുപോലെ തന്നെ നമ്മൾ ജനിക്കുന്ന ഫാമിലിയാണ് നമ്മുടെ ബയോളജിക്കൽ ഫാമിലി ആയിട്ട് അറിയപ്പെടുന്നത്. നമ്മൾ സ്വീകരിക്കുന്ന, അതായത് നമ്മൾ ആരെ വിവാഹം കഴിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്ന ഫാമിലിയാണ് ഫാമിലീസ് വി ചൂസ് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ഫാമിലി ബൈ ചോയ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത് പറയുന്നത് ലീവ് ഇൻ റിലേഷൻഷിപ്പ് ആണ്. ലീവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിവാഹം കഴിക്കാതെ ഒരു പങ്കാളിയുടെ കൂടെ നമ്മുടെ ജീവിതം പങ്കിടാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പങ്കാളിയുമായിട്ട് വിവാഹത്തിലൂടെ അല്ലാതെ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ് ലീവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. Nowadays, another preferred form of arrangement is live in relationship. In the setup, two adults decide to live together on a long-term permanent basis in an emotionally and sexually intimate relationship outside the wedlock of marriage. The arrangement can be used both by heterosexual and homosexual couples. The good part is that it provides the fundamental rights of an individual to have the liberty of choose his or her partner. ഇപ്പൊ ലീവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ വളരെയധികം പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ആളുകൾ
കൊണ്ട് നടക്കുന്ന ഒന്നാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിവാഹം വഴി ഒരാളുമായിട്ട് കരാറിൽ ഏർപ്പെടാതെ ഒന്നിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ളൊരു തീരുമാനമാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കുക. ഒരുമിച്ച് താമസിക്കുകയും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് അറിയപ്പെടുക. അപ്പൊ അതെന്ന് പറയുന്നത് അവർ തമ്മിൽ യാതൊരു കരാറോ അല്ലെങ്കിൽ ബന്ധമോ ഉണ്ടായിരിക്കില്ല. അവർക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും പിരിയാം. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് വേണ്ട എല്ലാ സ്പേസും അതുപോലെ തന്നെ എല്ലാ അവകാശങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒക്കെ കൂടുതലായിട്ട് ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിട്ട് കിട്ടും. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഉൾപ്പെടുന്ന ചില റെസ്ട്രിക്ഷൻസും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല. അവർ തീർത്തും സ്വതന്ത്രരായിരിക്കും. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് അവർക്ക് പുറത്തു കിടക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇനി സറോഗസി ഫാമിലീസ് എന്ന് പറയുന്നതും, സറോഗസി എന്ന് പറയാൻ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഈ നയൻതാരയൊക്കെ വാടക ഗർഭധാരണത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതെന്ന്. അപ്പൊ സറോഗസി വഴിയാണ് നയൻതാരയൊക്കെ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തത്. അപ്പൊ സറോഗസി എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് ഒട്ടും അംഗീകരിക്കാത്ത ചില കാര്യങ്ങളായിരുന്നു. ഒരു കുഞ്ഞിനെ അമ്മ വയറ്റിൽ ചുമന്ന് പ്രസവിച്ചാൽ മാത്രമേ അതൊരു സ്ത്രീ ആവുള്ളൂ അല്ലെങ്കിൽ ഒരു മാതാവ് ആവുള്ളൂ എന്നുള്ള ചില കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ സറോഗസി ഫാമിലീസും വളരെയധികം പോപ്പുലർ ആയിട്ട് ഇന്ന് കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. In surrogacy, a family is formed with the help of third party who rents her womb for the gestation of the child. This is a legal contract with the fertility clinic, and after that delivery of the child, she will have no claim or relations. In this type of families, the nation of maternity is complicated, as motherhood is not defined by the period of gestation, but by the capacity of rent a womb. The absence of gestational link between mother and child does not affect their physical and emotional relationship. This arrangement is used by the couple who are not able to conceive because of the medical reasons. അപ്പൊ ഇതിനെ കുറിച്ച് സറോഗസി ഫാമിലീസിനെ കുറിച്ചാണ് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. അതിനകത്ത് പറയുന്നത് ഇപ്പൊ ഒരു സ്ത്രീക്ക് തന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കാൻ കഴിവില്ലെങ്കിൽ ആ സ്ത്രീക്ക് വാടക ഗർഭധാരണത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയാണ് ഈ സറോഗസി എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഈ സറോഗസി ഫാമിലീസിൽ ഒരു പെൺകുട്ടിക്ക് തന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വഹിക്കാൻ കഴിയാതെ വരികയും അവരൊരു ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിനിക്ക് വഴിയാണ് ഒരു സറോഗസി മാതാവിനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടാണ് അവർ ഈ കർത്തവ്യം നിർവഹിക്കുന്നത്. അപ്പം പ്രസവത്തിന് ശേഷം കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലുള്ള എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഉണ്ടാകുന്ന കുഞ്ഞിന് ആ സറോഗസി മാതാവുമായിട്ട് അല്ലെങ്കിൽ സറോഗസി ഇനിയിപ്പോ ഈ ഭാഗത്ത് നിന്ന് ഈ 8th ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പേജ് നമ്പർ 104 എടുക്കുക. അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 2 കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് എനി 4 functions ഓഫ് ഫാമിലി ആസ് ഗിവൺ ബൈ ദ ഫങ്ഷണൽ തിയറീസ്. അപ്പൊ ഫങ്ഷണലിസ്റ്റ് തിയറീസിൽ ഫാമിലിയുടെ ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഇവിടെ 4 പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ 5 പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് വാട്ട് ഈസ് ഒക്കിൻസ് പെർസെപ്ഷൻ ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. പേജ് നമ്പർ 105 ഒരു ക്വസ്റ്റ്യൻ നമ്പർ 4 അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ടിക്ക് മാർക്ക് ഇടുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 5 പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗീവ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ബയോളജിക്കൽ ഫാമിലി ആൻഡ് ഫാമിലി ബൈ ചോയ്സ്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ബയോളജിക്കൽ ഫാമിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഫാമിലി ബൈ ചോയ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബയോളജിക്കൽ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം കൊണ്ട അവന്റെ സ്വന്തം ഫാമിലിയാണ് ബയോളജിക്കൽ ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി ബൈ ചോയ്സ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയിലെ നമുക്കിപ്പം ഗേസിനും ലെസ്ബിയൻസിനും ഒക്കെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ചൂസ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. അതാണ് ഫാമിലി ബൈ ചോയ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഉള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 109 ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 what are the general criticism of the functionalist perspective on the family. അപ്പം ഫാമിലിയുടെ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ചുള്ള ക്രിറ്റിസിസം ഏതൊക്കെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അവിടെ ഒരു പേജ് നമ്പർ 109 ക്വസ്റ്റ്യൻ നമ്പർ 3 ഒരു ടിക്ക് മാർക്ക് ഇടുക.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് എഴുതി വെക്കുക. അപ്പൊ 4 തരത്തിലുള്ള സബ് ഹെഡിങ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡൗൺ പ്ലേയിങ് കോൺഫ്ലിക്റ്റ്, സെക്കൻഡ് വൺ ബീയിങ് ഔട്ട് ഓഫ് ഡേറ്റ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഇഗ്നോറിംഗ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വുമൻ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഫങ്ഷണലിസം ഈസ് ടു ഡിറ്റർമിനലിസ്റ്റിക്. അപ്പൊ അത്രയും 4 കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കുക. അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത റിലേറ്റഡ്നെസ് ആൻഡ് ഫിക്റ്റീവ് കിൻഷിപ്പിനെ കുറിച്ചാണ്. ഫിക്റ്റീവ് കിൻഷിപ്പ് എന്ന് പറയുന്നത് സാങ്കല്പികം എന്നാണ് അർത്ഥമേ. ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. This chapter deals with the major shifts in kinship studies and also examines some of the ways in which Jan Carsten's studies in cultural approach further in her study of Merli. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ സാങ്കല്പികമായ കിൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ബന്ധുത്വത്തെ കുറിച്ചും അതുപോലെ തന്നെ ബന്ധുത്വ രീതികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് റിലേറ്റഡ്നെസ് ഇൻ കിൻഷിപ്പ് സ്റ്റഡീസ് ആണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഈ കിൻഷിപ്പ് സ്റ്റഡീസിനെ കുറിച്ചും ഫിക്റ്റീവ് കിൻഷിപ്പിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം കഴിഞ്ഞ ചാപ്റ്ററിൽ ഇപ്പം നമ്മൾ പഠിപ്പിച്ച് തീർത്തതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, അപ്പം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം. അതപ്പം നമ്മൾ കഴിഞ്ഞ അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന് ആൻസേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുകയും അതിന് നമ്മൾ ആ എക്സാം വരുമ്പോഴത്തേന് അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അപ്പം 9th ചാപ്റ്ററിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പൊ കറണ്ട് വന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.